കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം മത തീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസ് എന്ന് കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ്. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ നീക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം അടിമത്തമെന്ന് CBCI. ഹിജാബ് ധരിച്ച കുട്ടിയെ പഠിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് സമ്മർദ്ദമെന്ന് സ്കൂൾ PTA. സ്കൂൾ പോലീസ് കാവലിൽ. ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പുനഃസംഘടനയിൽ യൂത്ത് കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ അബിൻ വർക്കി. സംസ്ഥാന പ്രസിഡന്റ് ആക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി. ക്രൈസ്തവനായതാണ് അയോഗ്യതയെന്ന് വൈകാരിക പ്രതികരണം. ദേശീയ സെക്രട്ടറി പദവി സ്വീകരിക്കില്ല. കൊടും ക്രിമിനൽ ചെന്താമര നെന്മാറ സജിത വധക്കേസിൽ കുറ്റക്കാരൻ. ശിക്ഷാവിധി മറ്റന്നാൾ. കോടതി മുറിയിൽ പശ്ചാത്താപമില്ലാതെ ചെന്താമര. പ്രതിയെ പേടിച്ച് മുഖ്യസാക്ഷി പുഷ്പ നാടുവിട്ടു. മെസ്സിയുടെ വരവിൽ സംശയം വേണ്ടെന്ന് സംഘാടകർ. കൊച്ചിയിലെ മത്സരം ഉപേക്ഷിക്കുമെന്ന അർജന്റീനിയൻ മാധ്യമ റിപ്പോർട്ട് തള്ളി ആന്റോ അഗസ്റ്റിൻ. മൊറോക്കോയുമായി ആഫ്രിക്കയിൽ കളിക്കാനാണ് സാധ്യതയെന്ന റിപ്പോർട്ടിൽ ഇപ്പോഴും വ്യക്തതയില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ ജയം. രണ്ടാം ടെസ്റ്റിൽ 7 വിക്കറ്റ് ജയം. കൊച്ചി പള്ളുരുത്തി സെന്റ് റിത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. കോടതി നിർദ്ദേശത്തിന് പിന്നാലെ സ്കൂളിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടു. കെ ബാബു MLA സ്കൂൾ അധികാരികളുമായി സംസാരിച്ചു. അതിനിടെ സർക്കാരിനെതിരെ കടുത്ത ആരോപണവുമായി സ്കൂൾ PTAയും രംഗത്തെത്തിയിട്ടുണ്ട്. ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്നാണ് PTAയുടെ ആരോപണം. PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലിന്റെ പ്രതികരണത്തിലേക്ക്. എന്നോട് ചോദിച്ച PTA ആയിട്ട് ബന്ധപ്പെട്ട വിഷയം. പക്ഷേ അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് കുട്ടി അല്ലെങ്കിൽ ഇവർക്ക് സമ്മർദ്ദമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മർദ്ദം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ DEO ഓഫീസിൽ നിന്ന് എറണാകുളത്തുനിന്ന് അവർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കുട്ടിയെ ഹിജാബ് ധരിച്ച് കയറ്റാനുള്ള എഴുതി കൊടുക്കണമെന്നുള്ള രീതിയിൽ 2 ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു സുമേഷ് എന്ന് പറഞ്ഞു. അവർ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് പറഞ്ഞു. ഞങ്ങളിവിടെ കൂടിയാലോചിക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ലെറ്റർ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ എഴുതി തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്നെങ്കിലും ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റർ കൊണ്ടുപോകുക, ഞങ്ങൾ മറുപടി തരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൽ ചെയ്തു വിശദീകരണം ചെയ്ത് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ ഇപ്പം ഇത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവർക്ക് വിളിച്ച് സമ്മർദ്ദം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്ര പെട്ടെന്നൊരു സമ്മർദ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം നമുക്ക് CBSE സ്കൂളിലേക്ക് 3 വർഷം കൂടുമ്പോൾ നമുക്ക് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ DEO ആണ്. അപ്പോൾ DEO ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വയ്ക്കും എന്നുള്ള രീതിയിലാണ് ഷാഹിന എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ പറഞ്ഞത്. അതേസമയം ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ടയാണ് നടപ്പാക്കുന്നതെന്ന് സ്കൂളിനെതിരായ ഭീഷണിക്ക് പിന്നിൽ ഇതാണെന്നും കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ KRLCCയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് പലയിടങ്ങളിൽ പലതാവാം. ഇപ്പൊ ഇവിടെ SDPI ആണെന്ന് പറയുന്നു. ഇവിടെ SDPI ആണെങ്കിൽ മറ്റു പലയിടത്തും മറ്റു പല സംഘടനകളാവാം. അത് ഏക സ്വഭാവം ഉണ്ടാവണം നിർബന്ധമില്ല. പല സംഘടനകളും നേരത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ചൊന്നുമല്ല. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക സ്ഥലം വേണം. അതുപോലെ പ്രത്യേക പരിരക്ഷ, പ്രത്യേക സമയക്രമങ്ങൾ നിശ്ചയിക്കപ്പെടണം. ആ രീതിയിൽ പല ആവശ്യങ്ങളും ഉയർത്തിക്കൊണ്ടായിരിക്കും ഇവർ മുന്നോട്ട് വരുന്നത്. തീവ്രവാദ അജണ്ടയാണെന്നാണ് CBCIയുടെയും നിലപാട്. ഈ തരത്തിലുള്ള പ്രതികരണം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസാണ് പള്ളുരുത്തി സ്കൂളിൽ കണ്ടത് എന്നും ഹിജാബ് വിവാദമെന്നുമാണ് CBCIയുടെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, CBCIയുടെ പ്രതികരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ അവലംബിക്കുന്ന മൗനം
അത് ദുരൂഹമാണ് എന്നും അത് മതതീവ്രവാദ സംഘടനകൾക്ക് മുന്നിലുള്ള കീഴടങ്ങലാണെന്നും പറയുന്നുണ്ട്. ഇപ്പോഴും LDFന്റെയോ UDFന്റെയോ നേതാക്കൾ പ്രതികരിച്ചിട്ടില്ലല്ലോ. അവിടുത്തെ MLA കെ ബാബുവാണ്. അദ്ദേഹം സ്കൂളിൽ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായോ? കാത്തലിക് സംഘടനകൾ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം അത് മതതീവ്രവാദ സംഘടനകളുടേതാണെന്നാണ്. ആ വിവാദം ഉണ്ടാക്കിയതിന് പിന്നിൽ മതതീവ്രവാദ സംഘടനകളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതേസമയം KRLCCയും ഇതേ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ പ്രതികരണവും അല്പം മുമ്പ് വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മൗനം അത് ദുരൂഹമാണ് എന്നുള്ളതും രാഷ്ട്രീയ അടിമത്വമാണ് ഇതെന്നും ഉള്ള പ്രതികരണവും CBCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇതിൽ കെ ബാബു MLA വന്നിട്ടും അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായോ? ഇല്ല മഞ്ജുഷം, നമ്മൾ രാവിലെ അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവിടെ അദ്ദേഹം എത്തിയിരുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു രണ്ട് സമയത്തും അദ്ദേഹം വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല സംസാരിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഇത് പൊള്ളുന്ന വിഷയമാണ്, തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടി അദ്ദേഹത്തിൽ നിന്നുണ്ടായി. മാത്രമല്ല ഈ നേരം വരെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജനപ്രതിനിധികളായ ഒരാളുടെയും ഭാഗത്തുനിന്നും ഒരു തരം പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതായത് കുട്ടിയുടെ പാരൻസും ഇവിടുത്തെ അധികൃതരും അതുപോലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അല്പസമയത്തിനുള്ളിൽ ഹൈബിയുടെ MP ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു അനുരഞ്ജന ചർച്ചയ്ക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ അതായത് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതായത് കോടതിയുടെ ഉത്തരവുണ്ട്, കോടതി ലോ ആൻഡ് ഓർഡർ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കോടതിയുടെ ഉത്തരവുണ്ട്. എന്നിരുന്നാൽ പോലും മൗലിക അവകാശമാണ് മതത്തിൻ്റെ ചില കാര്യങ്ങൾ, അതായത് വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് TC വാങ്ങി കുട്ടിയെ സ്കൂളിൽ നിന്ന് വിടുന്ന കാര്യത്തെപ്പറ്റി അങ്ങനെ നിർബന്ധിക്കാനാകില്ല. അതേസമയം ഇവർ തമ്മിൽ ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് തന്നെയായിരുന്നു രാവിലെ ഡെപ്യൂട്ടി ഡയറക്ടറും പറഞ്ഞത്. അതേസമയം PTA പ്രസിഡന്റ് നമ്മുടെ തന്നെ ചർച്ചയിലാണ് പറഞ്ഞത് ഈ AUയുടെ ഭാഗത്തുനിന്നും ഭീഷണിയുടെ സ്വരത്തിലുള്ള നീക്കമാണ്, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിലാണ് AU സംസാരിച്ചത്, അവർക്ക് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നി എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് PTA പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇന്നലെ മുതൽ ഈ പ്രശ്നത്തിൽ, അതായത് ഇന്നലെ കോടതി ഉത്തരവിന് ശേഷം ഇവിടെ പോലീസ് സംരക്ഷണയുണ്ട്. സ്കൂളിന് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നതും. അതിനുശേഷമാണ് ഇന്ന് രാവിലെ മുതലുള്ള പോലീസ് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അതേസമയം 2 ദിവസത്തേക്ക് സ്കൂൾ അവധി, അതായത് ഇവിടെ ബഹളം ായതിനെ തുടർന്ന് സ്കൂൾ അവധി പ്രഖ്യാപിച്ചിരുന്നതാണ്. അവധി ഒഴിവാക്കി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും ഇതിൽ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ലീവ് എന്നുള്ള നിലയിൽ തന്നെ അത് പോകട്ടെ എന്ന് ഈ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന സാഹചര്യം എന്തായാലും സ്കൂളിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. എങ്കിലും ഇവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഒരു അനുരഞ്ജന ചർച്ച നടക്കുന്നുണ്ട്. അതിനുശേഷം അത് എനിക്ക് തോന്നുന്നു അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. ഈ സ്കൂൾ അധികൃതരും അതുപോലെ കുട്ടിയുടെ പാരൻസും അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഹൈബിയുടെ MP ഇവിടെ എത്തും. കെ ബാബു MLA വന്നിരുന്നു. അദ്ദേഹം അധികൃതരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ മീഡിയയോട് സംസാരിക്കാൻ അദ്ദേഹം ഇവിടെ വെച്ചും തയ്യാറായില്ല എന്നും അത് മാത്രമല്ല ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ജുഷ് ാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ ആജ്ഞ, മറ്റൊരു കാര്യം, ഇതിൽ ഏറ്റവും കടുത്ത രീതിയിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത് CBCയുടെ ഭാഗത്തു നിന്നാണല്ലോ. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിൽ മതതീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസാണ് പള്ളുരുത്തിയിൽ കണ്ടത് എന്നുള്ള ഗുരുതരമായ പരാമർശം പോലും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിലുള്ള കൃത്യമായ നിലപാട് CBCയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ് ഷവലിയാർ VC സെബാസ്റ്റ്യൻ വാർത്താക്കുറിപ്പിറക്കിയപ്പോൾ അത് സ്കൂളുകളിലേക്ക്, പ്രത്യേകിച്ചും ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളിലേക്ക് ഇത്തരത്തിൽ തീവ്രവാദ പിന്തുണയുള്ള അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുള്ള സംഘടനകളുടെ കടന്നുകയറ്റത്തിൻ്റെ സാക്ഷ്യമാണ് ഇത് എന്ന് ഉള്ള തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ജനാധിപത്യപരവും മതേതരപരവുമായുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ്
സാങ്കേതിക പ്രശ്നമുണ്ട്. എന്തായാലും കൊച്ചി പള്ളുരുത്തിയിലെ സ്കൂളിലെ ഹിജാബ് വിവാദം, അവിടെ ഹിജാബ് അനുവദിക്കണം എന്നുള്ള ആവശ്യം, അതിന്റെ പേരിൽ സ്കൂളിന് നേരെ ഭീഷണി ഉണ്ടായത്, തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് സ്കൂളിന് പോലീസ് കാവൽ നൽകിയത്, സ്കൂളിന് 2 ദിവസം അവധി കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനെതിരെ ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. CBCI ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. KRLCC ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. മതതീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസും ക്രൈസ്തവ സ്ഥാപനങ്ങളെ തകർക്കുവാനുള്ള നടപടിയുമാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതിലും അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് CBCI. അതേസമയത്ത് തന്നെ ജനപ്രതിനിധികൾ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുവാനുള്ള സാധ്യതയും ഉണ്ട്. അതേസമയത്ത് തന്നെ PTAയുടെ ഭാഗത്തു നിന്ന് ആരോപണം ഉണ്ടായിരിക്കുകയാണ്. അത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്നുള്ള ഗുരുതരമായ പരാമർശം ഉണ്ടായിരിക്കുകയാണ് PTA പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും. ഇതാണ് ഏറ്റവും അപ്ഡേറ്റ് ഇക്കാര്യത്തിലുള്ളത്. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം, അത് ഇപ്പോൾ തീവ്രവാദ സംഘടനകളുടെ ഇടപെടലാണ് എന്ന രീതിയിലുള്ള പ്രതികരണം ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. മറ്റു വാർത്തകളിലേക്ക്. നെന്മാറ സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. പാലക്കാട് 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒന്നുമില്ല എന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. എന്താ പറയാനുള്ളത്? വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും മക്കളും കോടതിയിലെത്തിയിരുന്നു. സജിതയുടെ അമ്മ കൂടിയുണ്ട്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? നമുക്ക് അടുത്തൊരു ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് കിട്ടട്ടെ എന്നാണ് അമ്മ കരുതുന്നത്. ആശ്വാസം ഉണ്ടല്ലേ അമ്മ? ഒരിക്കലും ഇയാളെ പുറത്തിറങ്ങാൻ വേണ്ടിയിരുന്നു. ആദ്യം ഈ കേസിൽ ഫുട് പ്രിൻ്റാണ്, പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ്, ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ അന്ന് സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട്. സജീദയുടെ വീട്ടിൽ അത് ഷർട്ടിൻ്റെ തെളിവ്. ഈ ഷർട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ 27 റിക്കവറി എന്ന് പറയും, അതിൻ്റെ വാളിലും ഈ മരിച്ച സ്ത്രീയുടെ സജിതയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. അവൻ്റെ ഈ ചെന്താമരയുടെ മുണ്ടിലും ഈ സജിതയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ആയിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം പ്രോസിക്യൂഷൻ എന്തെന്ത് വെച്ചോ ഏതേത് സെക്ഷൻ വെച്ചോ അതെല്ലാം തെളിഞ്ഞതായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കേസിലെ പ്രധാന സാക്ഷിയായ പോത്തുണ്ടി സ്വദേശി പുഷ്പ ചെന്താമരയെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. പുഷ്പയെ കൊല്ലുമെന്ന് ചെന്താമര പലവട്ടം ഭീഷണി മുഴക്കിയിരുന്നു. സജിതയുടെ വീട്ടിൽ നിന്ന് കൊലയ്ക്ക് ശേഷം ചെന്താമര വരുന്നത് കണ്ടയാളാണ് പുഷ്പ. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, പ്രതീക്ഷിച്ചതാണ് ചെന്താമരയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമെന്ന്. പ്രോസിക്യൂഷൻ അത്ര ശക്തമായ വാദം ഉന്നയിച്ചതുമാണ്, തെളിവുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പശ്ചാത്താപവും ഇല്ലാതെയാണല്ലോ ചെന്താമരയുടെ പെരുമാറ്റം കോടതി മുറിയിൽ കണ്ടത്. ഇതിനുശേഷവും, ഇപ്പോൾ സജിതയെ കൊന്നതിന് ശേഷവും 2 കൊലപാതകങ്ങൾ നടത്തിയ ആളാണല്ലോ ചെന്താമര. തീർച്ചയായിട്ടും ചെന്താമര കോടതി മുറിയിലും ആ തരത്തിൽ അയാളുടെ ക്രൂരത ശരിവയ്ക്കുന്ന പെരുമാറ്റം തന്നെയാണ് വെച്ചത്. എന്തായാലും പ്രോസിക്യൂഷൻ ശുഭപ്രതീക്ഷയിലാണ്. കുറ്റക്കാരനെന്ന് വിധിച്ചതിന് പുറമെ 16 ശിക്ഷ വിധിക്കുമ്പോൾ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് പ്രോസിക്യൂഷനുള്ളത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമെല്ലാം വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചു എന്നതാണ് അവരുടെ കോൺഫിഡൻസിന് കാരണം. ഒപ്പം തന്നെ മറ്റ് തെളിവുകളും കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ്റെ വാദം കോടതി അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയിലാണ്. 16 തന്നെ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 ഓഗസ്റ്റ് 31 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സജിതയെ കൊലപ്പെടുത്തിയത് തൻ്റെ ഭാര്യ തന്നിൽ നിന്നും പിണങ്ങിപ്പോയതിന് കാരണം സജിതയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കൊല നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നത്. അന്ന് ജാമ്യത്തിന് ഇറങ്ങാൻ ഇടവെച്ചത് പോലീസിൻ്റെ വീഴ്ചയാണ് എന്ന കുടുംബം തന്നെ ആക്ഷേപിച്ചതാണ്. കാരണം പുറത്തിറങ്ങിയാൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് നേരെയും വധഭീഷണി ഉണ്ട് എന്ന് കുടുംബത്തിൻ്റെ
ആശങ്ക പോലീസ് ചെവിക്കൊണ്ടില്ല. തുടർന്നാണ് ഇയാൾ വീണ്ടും ജാമ്യത്തിലിറങ്ങുകയും പിന്നീട് സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും 2019 കേസിൽ 2020 തൊട്ടടുത്ത വർഷം തന്നെ കുറ്റപത്രം സമർപ്പിച്ച് ഇപ്പോൾ ആ കേസിന്റെ തുടർ നടപടികളും ഒടുവിൽ തീരുമാനവും വന്നിരിക്കുകയാണ്. 16-നായിരിക്കും പ്രതിയുടെ ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടാവുക. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി കിട്ടാത്തതിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും അതിന് അനുവദിക്കണമെന്നും നേതാക്കളോട് അബിൻ വർക്കി അഭ്യർത്ഥിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുവെന്നും അബിൻ വർക്കി ന്യൂസ് 18നോട് പറഞ്ഞു. ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കില്ല, അത് നിർബന്ധിക്കരുത് എന്ന കാര്യം നേതൃത്വത്തെ അറിയിക്കുവാനാണ് അബിൻ വർക്കിയുടെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയാണ് നമ്മോടൊപ്പം ഉള്ളത്. പുതിയ സ്ഥാനലബ്ധി ലഭിച്ചിരിക്കുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലുമൊക്കെ വരുന്നത് 19,000 വോട്ട് കിട്ടിയ ആൾ പ്രസിഡന്റ് ആവുക, 1,70,70,000 വോട്ട് ലഭിച്ചയാൾ കേരളത്തിൽ നിന്ന് പോവുക. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചൊരു തെരഞ്ഞെടുപ്പ് രീതിയായിരുന്നു. അത് പല ഘട്ടങ്ങളിലായി നടന്നു. ആദ്യത്തെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2009-ലാണ്. അന്ന് ശ്രീ PC വിഷ്ണുനാഥാണ് പ്രസിഡന്റായി വിജയിച്ചു വരുന്നത്. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം ഭാരവാഹിയായി തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നയാളാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു സംസ്ഥാന ഉപാധ്യക്ഷനാവുന്നതും തെരഞ്ഞെടുപ്പിലൂടെയാണ്. KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് തൊട്ട് NSUവിന്റെ ദേശീയ സമിതി അംഗം വരെ തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്. അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ മത്സരിക്കുകയും അതിൽ വാശിയോടുകൂടി മത്സരിക്കുകയും ഒക്കെ ചെയ്തു. നമുക്കൊരു സ്ഥാനമാനങ്ങൾ കിട്ടി. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അതൊരു ഇന്ററിമായിട്ടുള്ള ഒരു കാര്യമാണ് വന്നത്. ആ ഘട്ടത്തിൽ പാർട്ടി പല ഘടകങ്ങൾ കൂടിയാലോചിച്ചായിരിക്കണം ഈ തീരുമാനങ്ങൾ എടുത്തത്. പാർട്ടി തീരുമാനം പൂർണ്ണമായിട്ടും അവർ പല ഘടകങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന പാർട്ടി നേതൃത്വത്തോട് ഞാൻ വെച്ചിട്ടുള്ളത്, ഇത്ര സുപ്രധാനമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ഞങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആശയ സമരങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്ര സുപ്രധാനമായ ഒരു 5 മാസ കാലയളവിൽ എനിക്ക് കേരളത്തിൽ പ്രവർത്തനം തുടരാനുള്ള ഒരു അനുമതി നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ പാർട്ടി നേതൃത്വത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു ആശയം തന്നെ അട്ടിമറിക്കപ്പെടുകയല്ലേ? ലക്ഷക്കണക്കിന് സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത്. അറിയാലോ, 1,70,000 വോട്ട്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകർ തന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രതീക്ഷകളുടെയും വലിയ ഇത് തേരിലേറിയാണ് ഞാൻ ഉപാധ്യക്ഷ പദവിയിൽ പ്രവർത്തിച്ചത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി, ഞാനൊരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് എന്നെക്കൊണ്ടാവതോ എന്തൊക്കെയുണ്ടോ ഈ പാർട്ടിക്ക് കൊടുക്കാൻ അത് മുഴുവൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം തന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിൽ എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു നഷ്ടമായിരിക്കും അത് എന്നാണ് ഞാൻ കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ KPCC പ്രസിഡന്റ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടയാളാണ്, KSU പ്രസിഡന്റ്. ആ ഒരു ഘടകമാണോ താങ്കൾക്ക് തിരിച്ചത്? അതായത് ഒരു ക്രിസ്ത്യാനി ആണോ തിരിച്ചടിയാകുന്നത്? അങ്ങനെ ഒരു ക്രിസ്ത്യാനി ആയത് തിരിച്ചടിയാകുമോ? കോൺഗ്രസിന്റെ എന്നത്തെയും ആശയം എന്താണ്? അത് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പേറിക്കൊണ്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി ഞങ്ങളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ആ മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചാണ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യം അങ്ങനെ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണ് ഞാൻ തഴയപ്പെട്ടത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അതേസമയം ദേശീയ സെക്രട്ടറിയാക്കിയുള്ള അബിൻ വർക്കിയുടെ നിയമനം പുനഃപരിശോധിക്കാനുള്ള സാധ്യത വിരളമാണ്. കേരളത്തിൽ ഇരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്നാണ് ഈ വിഷയത്തോട് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് പാർട്ടി തീരുമാനമെടുത്തതെന്നും അത് എല്ലാവരും അംഗീകരിക്കണമെന്നും PJ കുര്യനും ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ, തീരുമാനത്തിൽ മാറ്റമില്ല. ഇപ്പൊ KC വേണുപോലെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകെയുണ്ട്. അത് കോൺഗ്രസില് ഒരു വ്യക്തിയല്ല പ്രാധാന്യമുള്ളത്, പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാ ആസ്പെക്റ്റും പരിഗണിച്ചിട്ടാണ്, എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാരായ 4 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കും. ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടുവെന്ന പരോക്ഷ
വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അബിൻ വർക്കി മാധ്യമങ്ങളോട് തന്റെ അമർഷം പരസ്യമാക്കിയത്. 1,70,000 വോട്ടുകൾ നേടി തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത് താനായിരുന്നു. പക്ഷേ തന്നെ മാറ്റിക്കൊണ്ട് 19,000 വോട്ടുകൾ മാത്രം നേടിയ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായി മാറ്റുകയും ചെയ്തതിൽ അബിൻ വർക്കിക്കുള്ള അമർഷം, വിയോജിപ്പ് അത് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതൃത്വത്തിനും ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ആണ് അത് പരസ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും അബിൻ വർക്കിയും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും അവരുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനി ഒരു നിലപാടെടുക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പുനഃസംഘടന വരാനിരിക്കുകയാണ്. ആ പുനഃസംഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യം അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലൊരു നീക്കമുണ്ടാകുമോ, അതോ അതിനപ്പുറത്തേക്ക് അബിൻ അഭ്യർത്ഥിച്ചിരിക്കുന്നതനുസരിച്ച് സംസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം അബിന് നൽകുമോ, അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ദേശീയ നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, അബിൻ വർക്കി മാത്രമല്ല ഈ ഒരു നീക്കത്തിന് പിന്നിൽ അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്ന ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ നേതൃത്വത്തെ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നതും. അതിനിടയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണമാണ് ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത്. അതായത് KC വേണുഗോപാലിനെ പോലെ കേരളത്തിലിരുന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം കൂടി നോക്കാൻ കഴിയുന്ന ഒരു പദവിയിലേക്കാണ് അബിനെ പരിഗണിച്ചിരിക്കുന്നത് എന്ന് KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞു വെക്കുന്നതിലൂടെ അബിൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന അമർഷത്തിൽ കഴമ്പില്ല എന്നൊരു നിലപാട് KPCC അധ്യക്ഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന ആ ഒരു വിലയിരുത്തലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ വൈകാരികമായ ഒരു പ്രയാസമുണ്ടാക്കാത്ത തരത്തിൽ അബിൻ വർക്കി തന്റെ നിലപാട് ഏറ്റവും മാന്യമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആദ്യഘട്ട പ്രതികരണമായി മാത്രം വ്യാഖ്യാനിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുകയോ അബിൻ മുമ്പോട്ട് വെക്കുന്ന അഭ്യർത്ഥന മാനിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഒരുപക്ഷെ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ അബിൻ വർക്കിയോ അല്ലെങ്കിൽ അബിനെ പിന്തുണയ്ക്കുന്ന ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളോ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പ്രതികരണവുമായി കെ മുരളീധരനും. എല്ലാ അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചാണ് OJ ജനീഷിനെ ഹൈക്കമാൻഡ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയതെന്നും പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് ഇല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത്. അതുകൊണ്ട് അതിനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പുതിയ കമ്മിറ്റി പ്രസിഡന്റായി വെച്ച വ്യക്തിയും ജനീഷാണെങ്കിലും അബിൻ വർക്കിയാണെങ്കിൽ എല്ലാവരും യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് പാർട്ടി തീരുമാനമെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യും. വിജിലൻസ് റിപ്പോർട്ടിലെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. ഹൈദരാബാദിലെ മന്ത്ര ഗോൾഡ് കോട്ടിംഗ്സ് എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് FIRൽ പേര് വന്നിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. കാരണം കുറ്റവാളികളാണ് എന്ന് കോടതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെ മറ്റ് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കുവാനോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മുതൽക്കൂട്ടുവാനൊക്കെ സാധിക്കുകയുള്ളൂ. ശബരിമലയിൽ UDF കാലത്തെ ഇടപാടുകളും അന്വേഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവശ്യപ്പെട്ടു. 2007, 2011, 2016 കാലയളവിലെ കാര്യങ്ങൾ പരിശോധിക്കണം. ഇവരെല്ലാം ദിവ്യന്മാരും ഇപ്പോൾ ഉള്ളവർ കള്ളന്മാരും എന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ചില നേതാക്കൾ പറയുന്നത് കേട്ടാൽ ഇതൊക്കെ ആദ്യമായി ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന മട്ടിലാണ്. എത്രയോ കാലങ്ങളായി ഇത്തരം കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ 2019 വരെ അല്ല, അതിന് മുകളിലോട്ട് പോകണം. ഏതാണ്ട് 99 മുതൽ ഇങ്ങോട്ട് വരണമെന്നാണ്. വിജയ് മല്യ സ്വർണം പൂശിയ കാലം മുതൽ ഇങ്ങോട്ടേക്ക് 2025 വരെ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. കാരണം 2000 മുതൽ ഇങ്ങോട്ട് 2011 മുതൽ ഇങ്ങോട്ട് ഒക്കെ നമ്മൾ അന്വേഷിക്കപ്പെടണം. അവിടേക്ക് ആരായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. 2007 ആരായിരുന്നു പ്രസിഡന്റ്, 2011 ആരായിരുന്നു പ്രസിഡന്റ്, 2016 ആരായിരുന്നു പ്രസിഡന്റ്, ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ. ഇവരെല്ലാം ദിവ്യന്മാരും
ബാക്കി ഇപ്പോൾ വന്നവരെല്ലാം കള്ളന്മാരും എന്നുള്ളൊരു മട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ ആത്മപരിശോധന നടത്തട്ടെ. ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ ആ ഒരു അന്വേഷണത്തിലെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഹൈക്കോടതി, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാവുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ കോൺഗ്രസിനോട് ചോദ്യങ്ങളുമായി BJP നേതാവ് MT രമേശ്. VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായ കാലത്ത് പലതും നടന്നിട്ടില്ലേ എന്നും ശബരിമലയിലെ മുഴുവൻ ക്രമക്കേടും പുറത്തുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോയെന്നും MT രമേശ് ചോദിച്ചു. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലേ സത്യം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നും MT രമേശ് പറഞ്ഞു. ശബരിമലയിലെ മുഴുവൻ ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവരണം എന്ന ആവശ്യത്തോട് UDF യോജിക്കുന്നുണ്ട്. കാരണം LDFന്റെ ഭരണകാലത്ത് മാത്രമല്ല ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. UDFന്റെ ഭരണകാലത്തും ശബരിമല ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും VS ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ ആ കാലഘട്ടത്തിലെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആ സന്ദർഭത്തിൽ ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ശബരിമലയിലെ എല്ലാ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളുടെ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് നേരിട്ട് വിളിപ്പിച്ചേക്കും. ദുൽഖർ നൽകിയ രേഖകളിൽ പരിശോധന തുടരുകയാണ്. ദുൽഖറിന്റെ അപേക്ഷയിൽ 7 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. പിടിച്ചെടുത്ത ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകണമെന്നാണ് ദുൽഖറിന്റെ ആവശ്യം. പരിശോധനകൾ പൂർത്തിയാകാതെ വാഹനങ്ങൾ വിട്ടു നൽകാനാവില്ലെന്നാണ് കസ്റ്റംസിന്റെ നിലപാട്. ഓപ്പറേഷൻ നുംകൂറിൽ നടൻ ദുൽഖർ സൽമാന്റെ അപേക്ഷ പ്രകാരം വാഹനങ്ങൾ വിട്ടു നൽകുക എന്ന ഒരു അപേക്ഷ കസ്റ്റംസിന് നൽകിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു അത്. എന്നാൽ ഈ അപേക്ഷ പരിഗണിക്കുമ്പോൾ കസ്റ്റംസ് പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ഈ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുകയാണ്. അതിന് വസ്തുതാപരമായ പരിശോധനകൾ ഇനിയും ആവശ്യമാണ്. ആ പരിശോധന കഴിയാതെ വാഹനങ്ങൾ വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് കസ്റ്റംസ് എത്തി നിൽക്കുന്നത്. കാരണം ഈ വാഹനങ്ങൾ സംബന്ധിച്ച ഇതിൻ്റെ എങ്ങനെയാണ് ഇവിടേക്ക് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും എങ്ങനെയാണ് കൈമാറ്റം നടന്നതെന്നും ഭൂട്ടാൻ പട്ടാളത്തിൻ്റെ കൈവശമിരുന്ന വാഹനങ്ങൾക്ക് എങ്ങനെയാണ് രേഖകൾ നിർമ്മിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം പരിശോധിക്കാനുള്ളതാണ്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. ഇടനിലക്കാർ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അപ്പോൾ അത്തരം വ്യക്തിഗത പരിശോധനകളെല്ലാം ഈ വാഹനങ്ങളുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വാഹനങ്ങൾ വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് കസ്റ്റംസ് ഉള്ളത്. അതുകൊണ്ട് ദുൽഖറിന് വാഹനങ്ങൾ വിട്ടു നൽകുന്നതിൽ 7 ദിവസത്തിനകം തീരുമാനമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് അല്പം കൂടി സമയം എടുത്തേക്കുമെന്ന സൂചനകളാണ് കസ്റ്റംസിൽ നിന്ന് ലഭ്യമാകുന്നത്. ഒപ്പം വളരെ സുപ്രധാനമായ ഒരു കാര്യം, ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഉടമസ്ഥനെ വിളിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഉടമസ്ഥനെ കസ്റ്റംസിനെ വിളിപ്പിച്ച് ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാമെന്നതാണ്. അങ്ങനെയെങ്കിൽ ദുൽഖർ സൽമാനെ കസ്റ്റംസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിപ്പിക്കാനുള്ള വളരെ സജീവമായ ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിൽ ദുൽഖർ സൽമാൻ്റേത് 4 വാഹനങ്ങളാണ് കസ്റ്റംസ് ഇതിൽ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നത്. അതിൽ ഒരു വാഹനം വീട്ടിൽ നിന്നും പിന്നീട് 2 വാഹനങ്ങൾ കണ്ടെടുക്കുകയുമാണ് ഉണ്ടായത്. ഒരു വാഹനം സംബന്ധിയായ കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടുമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്ന സൂചനകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കാര്യത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു. ദുൽഖർ സൽമാന്റെയും നടൻ പൃഥ്വിരാജിന്റെയും അടക്കമുള്ള വസതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകൾ നടന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങളും കൂടി കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ പരിശോധനകൾ വേണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ നിൽക്കുന്നത്. ഇതിൽ വ്യാജരേഖകൾ ചമച്ചതു മുതൽ കള്ളപ്പണ കൈമാറ്റം വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. ഇതിൽ വ്യക്തമായ രീതിയിലുള്ള പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗം തന്നെയാണ് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ സംബന്ധിയായ രേഖകളുടെ പരിശോധനയും. അതുകൊണ്ട് ഇതൊരു വലിയ കേസിന്റെ ഭാഗം തന്നെയാണ്. വളരെ പെട്ടെന്ന് അപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് കസ്റ്റംസിൻ്റേത്. കസ്റ്റംസ് ഈ നിലപാട് കോടതി വഴി അറിയിക്കാനാണ് സാധ്യത. ജാർഖണ്ഡിലെ മാവോയിസ്റ്റ് പ്രവർത്തകൻ മൂന്നാറിൽ പിടിയിലായി. ബോംബ് സ്ഫോടനത്തിൽ 3 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. അതിഥി തൊഴിലാളിയായി ജീവിച്ചു വരികയായിരുന്ന ജാർഖണ്ഡ് സ്വദേശി സഹൻ ടുട്ടി ദിനബുവിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2021 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് ആക്രമണത്തിലെ 33-ാം പ്രതിയാണ് സഹൻ. സംഭവത്തിന് ശേഷം കേരളത്തിലേക്ക് കടന്ന സഹൻ മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ അതിഥി തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ഇയാൾ മൂന്നാറിലാണ് കഴിഞ്ഞിരുന്നത്.
ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പമാണ് ഇയാൾ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടത്. കൊച്ചി, റാഞ്ചി NIA യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. NIA സംഘത്തിന്റെ അന്വേഷണത്തിനിടെ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം കുണ്ടന്നൂരിൽ സ്റ്റീൽ കമ്പനിയിൽ നിന്ന് തോക്ക് ചൂണ്ടിക്കവർന്ന 80 ലക്ഷം രൂപയിൽ 14 ലക്ഷം രൂപയ്ക്ക് പ്രതികൾ ഏലയ്ക്ക വാങ്ങിയതായി പോലീസ്. കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ നിന്ന് 30 ലക്ഷം രൂപയും തൊണ്ടി മുതലും പോലീസ് കണ്ടെടുത്തു. ഏലകർഷകനും പ്രതിയുമായ ലെനിൻ ഉൾപ്പെടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 മോഷ്ടിച്ച പണം ഉപയോഗിച്ച് 12ാം പ്രതി ലെനിൻ 14 ലക്ഷം രൂപയുടെ ഏലയ്ക്ക വാങ്ങിയതായി പോലീസ് കണ്ടെത്തി. 1ാം പ്രതിയും മുഖ്യ സൂത്രധാരനുമായ ജോജിയെ ഏലയ്ക്കാത്തോട്ടത്തിൽ ഒളിപ്പിച്ചതും ലെനിൻ ആണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പിടിച്ചെടുത്ത ചാക്ക് കണക്കിന് ഏലയ്ക്ക മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കേസിൽ അഭിഭാഷകൻ ഉൾപ്പെടെ ഇതുവരെ 11 പേരാണ് പിടിയിലായത്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. മുരിക്കാശ്ശേരി സ്വദേശികളായ ജെയ്സൽ, അഭിൻസ് എന്നിവരെയാണ് ഇന്നലെ പിടികൂടിയത്. തട്ടിയെടുത്ത 80 ലക്ഷത്തിൽ 72 ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി. കുണ്ടന്നൂരിലെ നാഷണൽ സ്റ്റീൽ കട ഉടമയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി 80 ലക്ഷം രൂപയാണ് സംഘം കവർന്നത്. ആദ്യം പിടിയിലായ പ്രതികളുടെ മൊഴിയിൽ നിന്നാണ് എറണാകുളം ജില്ലാ കോടതിയിലെ അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രനാഥിലേക്ക് അന്വേഷണം എത്തുന്നത്. പിന്നാലെ ബുഷറ എന്ന യുവതിയും ആസിഫ് എന്നയാളും അറസ്റ്റിലായി. നിഖിൽ നരേന്ദ്രനാഥാണ് ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ നടന്ന പണം ഇരട്ടിപ്പ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് പറഞ്ഞു. ഇവർ ഉപയോഗിച്ച എയർഗണ്ണും പ്രതികൾ സഞ്ചരിച്ച കാറും നേരത്തെ പിടിച്ചെടുത്തിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലടക്കം മറ്റ് ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കരുനാഗപ്പള്ളിയിൽ റോഡിൽ തടഞ്ഞു നിർത്തി യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ ചിഞ്ചുവിനാണ് പരിക്കേറ്റത്. പ്രതി പ്രശോഭിനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി ചവറ പോലീസിൽ പരാതി നൽകിയതാണ് പ്രതിയെ ചൊടിപ്പിച്ചത്. യുവതിയെ റോഡിൽ തടഞ്ഞു നിർത്തി കുത്തുകയായിരുന്നു. ആക്രമണം തടയുന്നതിനിടെ യുവതിയുടെ കൈമുട്ടിന് താഴെ ആഴത്തിൽ മുറിവേറ്റു. നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. കണ്ണൂർ പെരളശ്ശേരിയിൽ BJP ഓഫീസിനായി കെട്ടിടം വിട്ടു നൽകിയ സ്ത്രീയുടെ വീടിന് സമീപം ബോംബേറ്. ശ്യാമള എന്നയാളുടെ പെരളശ്ശേരിയിലെ വീടിന് മുന്നിലെ ഫുട്പാത്തിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്നലെ രാത്രി 10:30 ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ബോംബ് എറിഞ്ഞതിനു ശേഷം രക്ഷപ്പെടുകയായിരുന്നു. പെരളശ്ശേരി അമ്പലം റോഡിൽ നാളെ ഉദ്ഘാടനം ചെയ്യേണ്ട BJPയുടെ ഓഫീസ് വാടകയ്ക്ക് നൽകിയത് ശ്യാമളയാണ്. ഇതിന്റെ വിരോധത്തിലാകാം ആസൂത്രിതമായ ബോംബ് സ്ഫോടനം എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ ചക്കരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയും. മുഖ്യമന്ത്രിയുടെ മകന് ED അയച്ച സമൻസിന് പിന്നീട് എന്തു പറ്റിയെന്ന് കെ മുരളീധരൻ. രാജ്യത്ത് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന കേന്ദ്ര സർക്കാർ പിണറായി വിജയനോട് മറ്റൊരു സമീപനം കൈക്കൊള്ളുന്നുവെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ലിസ്റ്റിലെ മുഖ്യമന്ത്രിമാരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകൻ്റെ മുമ്പിൽ എന്തിനാണ് ED ഇത്ര ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞല്ലോ. ഇപ്പോൾ അനുമതിയുണ്ട്. സൗദിയിലേക്ക് അനുമതിയില്ല എന്ന് അതും കിട്ടും. അതല്ലേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് നല്ല വിശ്വാസമുണ്ട്. അതാണ് ഈ ED സമൻസ് ആവിയായി പോയത്.
പേരാമ്പ്ര സംഭവത്തിൽ പോലീസ് എറിഞ്ഞ സ്ഫോടക വസ്തു പ്രവർത്തകർ തിരിച്ചെറിഞ്ഞെന്ന് പറഞ്ഞ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പിന്നാലെ തിരുത്തി. ഏത് പ്രവർത്തകൻ ഏതു വസ്തു എറിഞ്ഞുവെന്ന് പോലീസ് പറയണമെന്നും ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണെന്നും പ്രവീൺകുമാർ. സംഭവത്തിന്റെ ഗതി തിരിച്ചുവിടുകയാണെന്നും പോലീസ് CPMന്റെ തിരക്കഥ നടപ്പിലാക്കുകയാണെന്നുമാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഈ കാര്യങ്ങളൊക്കെ CPMനും പോലീസിനും സർക്കാരിനും എതിരായി മാറുന്നുവെന്ന് കണ്ടപ്പോൾ UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുകൊണ്ട ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. സംഭവം നടന്ന് 3-ാം ദിവസം ഉന്നയിച്ച ഈ ആരോപണത്തിന്റെ തിരക്കഥയിൽ ഇപ്പോൾ പോലീസ് അഭിനയിക്കുകയാണ്. CPM തിരക്കഥയിൽ പോലീസ് അഭിനയം നടത്തുന്ന കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി വിരുദ്ധനാക്കാൻ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് പൊളിറ്റിക്കൽ ഗ്യാങ് പ്രവർത്തിക്കുന്നുവെന്ന് CPM നേതാവ് G. സുധാകരൻ. അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നത് പ്രചാരണം മാത്രമാണ്. തന്നെ കോൺഗ്രസിലേക്ക് തള്ളിവിടാൻ നോക്കുകയാണെന്നും G. സുധാകരൻ പറഞ്ഞു. അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കി അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെയാണ് അതിൻ്റെ കേന്ദ്രം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് താനെന്ന് അവകാശപ്പെടുന്ന ആളിന് ആ പാർട്ടിക്ക് എന്ത് ദോഷമാണ് ചെയ്യുന്നത്? പൊതുജനങ്ങൾ അത് വെറുക്കത്തില്ല ഈ പ്രസ്ഥാനത്ത്. അപ്പോൾ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം ഇത് ക്രിമിനൽ പൊളിറ്റിക്കൽ ഗ്യാങ്ങാണ്. രാഷ്ട്രീയ പാർട്ടികൾ കടന്നുകൂടി ക്രിമിനലിസം പ്രാക്ടീസ് ചെയ്യുകയാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് വെളിയിലായിരുന്നെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ജയിലിലാക്കപ്പെടുകയോ പല മോശ കുറ്റങ്ങളിലൊക്കെ പെടുമായിരുന്നു. അതിന് ഭയമുള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കവറിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പൈസ കൊടുത്ത് ആഡ് ചെയ്യാം, അങ്ങനെ പരിപാടിയുണ്ട്. ഇത്ര രൂപ കൊടുത്താൽ ഇത്ര ഇത് കിട്ടും. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ വിലക്ക് തുടരും. ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിൽ ഹൈക്കോടതി വെള്ളിയാഴ്ചയാകും തീരുമാനമെടുക്കുക. ടോൾ പിരിവ് മരവിപ്പിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ സാമ്പത്തികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ടോൾ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദേശീയപാത അതോറിറ്റിക്കാണ് അധികാരമെന്നും തിരക്കുള്ള സമയങ്ങളിൽ പാലിയേക്കര മാത്രമല്ല രാജ്യത്ത് എല്ലായിടത്തും ഗതാഗത കുരുക്കുണ്ടെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. ട്രാഫിക് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുനമ്പം കേസിൽ തുടർ നിയമ പോരാട്ട സാധ്യത പരിശോധിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ. വിധിയെക്കുറിച്ച് നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. വഖഫ് ബോർഡ് പ്രത്യേക യോഗം ചേർന്ന് ചർച്ച ചെയ്യുമെന്നും ചെയർമാൻ അറിയിച്ചു. പക്ഷേ ഈ വിധി ഇപ്പോൾ വന്നത് വളരെ വിശദമായി ഈ സർവ്വതല സ്പർശിയാണ്. ഒരു വഖഫ് മാറ്റർ സംബന്ധിച്ചോളം എവിടൊക്കെ അതിൻ്റെ നിയമപരമായ അതിൻ്റെ സാധ്യതകളൊക്കെ തന്നെ വളരെ വിശദമായി അത് പരിശോധിച്ച് ഒരു വിധി അവിടെ നമ്മളെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് വഖഫ് ട്രിബ്യൂണൽ നിലനിൽക്കുന്നതാണ് ഒരേ സമയം. അപ്പം അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡും കൂടി ഇതിന് കക്ഷിയായതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലീഗൽ റിപ്പോർട്ട് വാങ്ങി അതിൻ്റെ ഏത് രൂപത്തിലാണ് അതിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വിശദമായ ലീഗൽ റിപ്പോർട്ട് ലഭിക്കുമ്പോഴാണ് ബോർഡ് ഒരു തീരുമാനത്തിലെത്തുക. സർക്കാർ പട്ടയം നൽകി അംഗീകരിച്ച ജനങ്ങളെ കയ്യേറ്റക്കാരായി കാണുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. സർക്കാരിന്റെ ഒരു വിഭാഗം പട്ടയം നൽകുകയും മറ്റൊരു വിഭാഗം ജനങ്ങളെ കയ്യേറ്റക്കാരായും കാണുന്ന രണ്ട് തരത്തിലുള്ള നടപടി ഈ സർക്കാർ അംഗീകരിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി നാളെ തന്നെ ചർച്ച നടത്തുമെന്നും പാവപ്പെട്ടവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആളില്ല എന്ന് കരുതേണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഓരോ പഞ്ചായത്തിലും പ്രത്യേക പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങൾ വനം വകുപ്പ് മാത്രമായി തീർക്കേണ്ടതായിരിക്കില്ല. ഇപ്പോൾ നാളെ പട്ടയമായിട്ട് ബന്ധപ്പെട്ട് പട്ടയം കിട്ടിയെങ്കിലും അവരിപ്പോഴും കുടിയേറ്റക്കാരായിട്ടാണ് കാണുന്നതെന്നാണ് ഇപ്പം പറഞ്ഞതിൻ്റെ കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പട്ടയം ലഭിക്കുക കയ്യേറ്റക്കാരാണ്. അത് ഒരു രണ്ട് സമീപനമാണ്. ആ രണ്ട് ഒരു ഗവൺമെൻറ്റിന് പറ്റുന്നതല്ല, രണ്ടിലൊന്നാകണം. അതിനെന്താണ് ആവശ്യമായ നടപടികൾ ഇന്ന് നാളെ ഞാൻ റവന്യൂ മന്ത്രിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞങ്ങൾ തമ്മിൽ ഇരുന്ന് ആലോചിച്ച ശേഷമല്ലേ പരിപാടി. എന്തായാലും അങ്ങനെ രണ്ടു തരത്തിൽ പാടില്ല. സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി പട്ടയം കൊടുക്കുക, സർക്കാർ തന്നെ മറ്റൊരു ഘടകം കുടിയേറ്റക്കാരായിട്ട് കയ്യേറ്റക്കാരായിട്ട് പറയുക. ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ 2 തീവ്രവാദികളെ സൈന്യം വധിച്ചു.
മച്ചിൽ, ദുദ്നിയാൽ സെക്ടറുകളിലായി നിയന്ത്രണ രേഖ വഴി കശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചത്. തിങ്കളാഴ്ച രാത്രി വൈകിയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. രണ്ടിടങ്ങളിലും വെടിവെപ്പും സ്ഫോടനങ്ങളും നടന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ മേഖലയിൽ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. മച്ചിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സംശയാസ്പദമായ നീക്കം സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയുണ്ടായത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ശൈത്യകാലത്തിന്റെ മറവിൽ കശ്മീരിലേക്ക് ഭീകരർ നുഴഞ്ഞുകയറാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൈനികരോട് സദാ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തീയതി അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാവാതെ ഇന്ത്യ സഖ്യം. മുന്നണിയിലെ മുഖ്യ പാർട്ടികളായ RJDയും കോൺഗ്രസും തമ്മിലും സീറ്റ് വിഭജനത്തിൽ ധാരണയായിട്ടില്ല. മറുഭാഗത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ NDA തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായിട്ടുണ്ട്. രണ്ട് മുന്നണികൾക്കും പുറമെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയും അസസുദ്ദീൻ ഒവൈസിയുടെ AIMIMഉം മത്സര രംഗത്തുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുകയാണ്. കിരൺ, അവിടെ സീറ്റ് വിഭജന കാര്യത്തിലുള്ള പ്രശ്നമാണല്ലോ ഉള്ളത്. അതേസമയം NDA സജീവമായി കഴിഞ്ഞു എന്ന് പറയുമ്പോഴും 101 സീറ്റുകൾ വീതം BJPക്കും JDUവിനും, പക്ഷേ അവിടെയും മറ്റ് ചെറു പാർട്ടികളുമായിട്ടുള്ള സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ടോ? മഞ്ജുഷ, NDAയുടെ വിഷയത്തിൽ സീറ്റ് വിഭജനത്തിൽ അങ്ങനെ ഒരു ധാരണയായിട്ടുണ്ട്. JDU കഴിഞ്ഞ തവണ 115 സീറ്റുകളിലായിരുന്നു മത്സരിച്ചത്. ഇത്തവണ 101 സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും അധികം വേണം എന്നുള്ള ഉറച്ച വാശിയിലായിരുന്നു നിതീഷ് കുമാർ നിന്നിരുന്നത്. പക്ഷേ അത് BJP അനുവദിച്ചില്ല. 101 സീറ്റുകൾ വീതം. BJPയും 101 സീറ്റിൽ തന്നെയാണ് മത്സരിക്കുന്നത്. 110 സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ BJP മത്സരിച്ചത്. BJP 10 സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ 15 സീറ്റുകളിൽ JDUവിനും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. LJP 29 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. LJP ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ്. LJP കഴിഞ്ഞ തവണ പ്രത്യേകമായി സ്ഥാനാർത്ഥികളെ ഈ മുന്നണിക്ക് പുറത്ത് പ്രത്യേകമായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പ്രത്യേകം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച വഴി ഈ JDUവിൻ്റെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വോട്ട് ലഭിക്കേണ്ട JDUവിൻ്റെ പിന്നാക്ക ദളിത് വിഭാഗത്തിൻ്റെ വോട്ടിൽ വലിയൊരു ചോർച്ചയുണ്ടായി, അല്ലെങ്കിൽ അത് വോട്ട് വെട്ടാൻ കാരണമായി. അങ്ങനെ നിരവധി സ്ഥാനാർത്ഥികളടക്കം പരാജയപ്പെടുകയും JDUവിൻ്റെ പ്രകടനത്തെ നിർണായകമായി ബാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ചിരാഗ് പാസ്വാനുമായി നേരത്തെ ധാരണയുണ്ടാക്കിയിരിക്കുന്നു. 29 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഈ രണ്ട് പ്രധാന പാർട്ടികളും ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത് JDUവിനാണ്. HAMന് 6 സീറ്റുകളും RLMന് 6 സീറ്റ്. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. അത് അന്തിമമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് ഇടയിൽ തർക്കങ്ങളുള്ളത് ചില സീറ്റുകൾ, ഈ പാർട്ടികളൊക്കെ നിശ്ചയിക്കുന്ന ചില സീറ്റുകൾ, ഈ സീറ്റുകളിൽ ഏത് പാർട്ടി മത്സരിക്കണം എന്ന സംബന്ധിച്ച തർക്കങ്ങൾ അത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒന്നാം ഘട്ടത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന തീയതി ഈ വെള്ളിയാഴ്ചയാണ്. ഇനി 3 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. അതിനുള്ളിൽ തന്നെ ആ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ മറിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് വരുമ്പോൾ അവിടെ അതിൽ കൂടുതൽ ഗൗരവമായ തർക്കത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ RJDയും കോൺഗ്രസും തമ്മിൽ ഇപ്പോഴും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടില്ല. കോൺഗ്രസിന് 58 സീറ്റുകൾ വരെ എന്നുള്ളതാണ് പറയുന്നത്. 70 സീറ്റുകളിൽ നിന്ന് 58 സീറ്റുകളായി കുറയ്ക്കുന്നു. അത് 60 സീറ്റെങ്കിലും വേണം എന്നുള്ള വാശിയിൽ കോൺഗ്രസ് നിൽക്കുകയാണ്. അക്കാര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ധാരണയായിട്ടില്ല. KC വേണുഗോപാലും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള, അതും കൃഷ്ണ അല്ലാരാവുമാണ് അവിടുത്തെ ചുമതലക്കാരൻ. അവർ ഇന്നലെയും കോൺഗ്രസിന്റെ ചർച്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ RJDയുമായി വീണ്ടും ചർച്ച നടത്തുന്നുണ്ട്. ഇന്നത്തോടുകൂടി അക്കാര്യത്തിലൊരു ധാരണയാകും എന്നാണ് പറയുന്നത്. ഇടതു പാർട്ടികൾ പ്രധാനമായും CPI-ML ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. CPI-ML അവർ 40 ഇടതു പാർട്ടികൾക്കാകെ 40 സീറ്റ് വേണം എന്നുള്ള ആവശ്യത്തിലാണ് നിൽക്കുന്നത്. CPI-ML, CPI, CPM. എന്നാൽ അതിൽ 29 സീറ്റുകൾ വരെ ഈ 3 ഇടതു പാർട്ടികൾ കൂടി നൽകാം എന്നുള്ളതാണ് നിലവിലെ ധാരണ. അക്കാര്യത്തിലും പക്ഷേ ഒരു പൂർണ്ണമായ തീരുമാനം ആയിട്ടില്ല. ഇതിനെല്ലാം പുറമെയാണ് JMM സീറ്റ് ആവശ്യപ്പെടുന്നത്. JMM 12 സീറ്റുകളാണ് ചോദിക്കുന്നത്. JMM ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ RJDക്ക് സീറ്റ് നൽകുകയും കഴിഞ്ഞതിന് മുമ്പിൽ തവണ RJD ഒറ്റ സീറ്റിൽ മാത്രം ജയിച്ചപ്പോഴും RJDയിലെ MLA മന്ത്രിയാക്കി. ഇത്തവണ 4 സീറ്റിൽ ജയിച്ചു, 5 സീറ്റ് കൊടുത്തു, 4 സീറ്റിൽ ജയിച്ചു. അപ്പോഴും ഒരു MLA ഒരു മന്ത്രിയാക്കി. അങ്ങനെ ഞങ്ങൾ വലിയ പരിഗണന അവിടെ നൽകുമ്പോൾ ബീഹാറിൽ ഞങ്ങൾക്ക് സമാനമായ പരിഗണന വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള സീറ്റുകളിലൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും. അത് ചിലപ്പോൾ RJDയുടെ സീറ്റുകളിലേക്കൊക്കെ വിജയത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുമായും ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ചർച്ച നടക്കുന്നു. ഇതിനൊക്കെ പുറമെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടി ജൻ സുരാജ് പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും കൂടിയായ പ്രശാന്ത് കിഷോറിന്റെ
കിഷോറിൻ്റെ പാർട്ടിയാണ്. പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി വിശാലമായി തന്നെ അത്തരം പഠനങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ അദ്ദേഹം പുതിയൊരു അവിടെ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. പ്രാദേശിക തലത്തിലൊക്കെ സാധാരണ ഒരു പുതിയ പാർട്ടി എന്ന നിലയ്ക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പരിഗണനയും അല്ലെങ്കിൽ അത്തരം ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളത് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് വേണം നമുക്കറിയാൻ. മറ്റൊരു പാർട്ടി AIMIM ആണ്, അസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി. ഒവൈസിയുടെ പാർട്ടിയെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാക്കണമെന്നും അവർക്ക് സീറ്റ് അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യ സഖ്യം ലാലു പ്രസാദ് യാദവിൻ്റെ ഉറച്ച നിലപാട്, അല്ലെങ്കിൽ RJDയുടെ ഉറച്ച നിലപാട്, അത് കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിന്നത്. മുൻ തലങ്ങളിലൊക്കെ ഒവൈസി ചെയ്യുന്നത് പ്രധാനമായും മുസ്ലിം വോട്ട് ബാങ്ക് മേഖലയിൽ NDAക്ക് ഇതരമായി വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ വോട്ട് വലിയ രീതിയിൽ ചോർത്താനും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അട്ടിമറിക്കാനും ഒക്കെ കഴിയും. ഇത്തവണ അങ്ങനെ 100 സീറ്റുകളിലാണ് ഒവൈസിയുടെ AIMIM മത്സരിക്കുന്നത്. അത് സ്വാഭാവികമായും അത് RJDയെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ ആ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൻ്റെ ഏറ്റവും അവസാനമായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ശരി, R കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഒളിച്ചോടി എന്ന വിമർശനത്തിനിടയാക്കിയ കരൂരിലൂടെ തന്നെ ഒരിടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരവിന് വിജയ്. വെള്ളിയാഴ്ച വിജയ് കരൂരിലെത്തും. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ദത്തെടുക്കുമെന്നാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ വാഗ്ദാനം. TVKയുടെ സഖ്യനീക്കങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ അഭ്യൂഹങ്ങളാണ് തമിഴ്നാട്ടിൽ. CP അന്വേഷണത്തിനും മേൽനോട്ടത്തിനും 3-അംഗ സമിതിയെ നിയോഗിച്ച സുപ്രീം കോടതി ഉത്തരവ് വിജയ്ക്കും തമിഴക വെട്രിക്കഴകത്തിനും വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ലഭിച്ച ആയുധമായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയെന്നതടക്കം തമിഴ്നാട് സർക്കാരിനെതിരായ സുപ്രീം കോടതിയുടെ വിമർശനം പോലീസ് വീഴ്ചയെന്ന ആരോപണത്തിന് മൂർച്ച കൂട്ടും. പ്രതിച്ഛായ മെച്ചപ്പെടുത്തി പ്രവർത്തനം സജീവമാക്കാനുള്ള നീക്കങ്ങൾ കരൂരിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് വിജയ്. ഒക്ടോബർ 17-ന് വിജയ് കരൂർ സന്ദർശിക്കും. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ഒരു വേദിയിലെത്തിക്കാനാണ് ശ്രമം. ശക്തമായ നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാൻ പോലീസ് തയ്യാറെടുപ്പുകൾ തുടങ്ങി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും 5000 രൂപ വീതം ധനസഹായമായി നൽകും. കുട്ടികൾക്ക് താൽപ്പര്യമുള്ളിടത്തോളം എത്ര വേണമെങ്കിലും പഠിക്കാം. അതിനുള്ള വിദ്യാഭ്യാസ ചെലവുകളും പൂർണ്ണമായും വഹിക്കും. കുടുംബാംഗങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും TVK പ്രഖ്യാപിച്ചു. സഖ്യസാധ്യതകളിലെ ക്ലൈമാക്സ് എന്ന ആകാംക്ഷയിലാണ് തമിഴകം. AIADMKയ്ക്ക് TVK കൈകൊടുക്കുമോ? അങ്ങനെയെങ്കിൽ സഖ്യത്തിന്റെ നായകൻ എടപ്പാടി പളനിസ്വാമിയോ അതോ വിജയിയോ? BJP ബന്ധം എങ്ങനെ വിശദീകരിക്കും? ഇതെല്ലാമാണ് വിജയ്ക്ക് മുൻപിലുള്ള വെല്ലുവിളി. ന്യൂസ് ഡെസ്ക്, News 18. അർജന്റീന കേരളത്തിലേക്ക് വരില്ലെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന അവകാശവാദവുമായി സംഘാടകർ. നഷ്ടമുണ്ടായാലും സ്റ്റേഡിയം നവീകരണവുമായി മുന്നോട്ടു പോകുമെന്നും GST കൂട്ടിയത് ടിക്കറ്റ് നിരക്കിൽ പ്രതിഫലിച്ചേക്കാമെന്നും സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ ന്യൂസ് 18നോട് പറഞ്ഞു. 50,000-ൽ താഴെ ആളുകൾക്കാണ് പ്രവേശനത്തിന് അനുമതി ഉണ്ടാവുക. ഓസ്ട്രേലിയയ്ക്ക് പുറമെ മറ്റൊരു ടീമിനെ കൂടി കൊച്ചിയിലെത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. അർജന്റീനയിലെ പ്രമുഖ ചാനലായ TYC സ്പോർട്സ് ആണ് കൊച്ചിയിലെ മത്സരത്തിന് പകരം ആഫ്രിക്കയിൽ മൊറോക്കയെ നേരിടാനാണ് അർജന്റീന ആലോചിക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്തത്. മെസ്സി വരുമെന്നും വാർത്ത അടിസ്ഥാനരഹിതമാണെന്നുമാണ് സ്പോൺസർമാരുടെ പ്രതികരണം. AFA ഒഫീഷ്യലായിട്ട് കേരളത്തിൽ അവരുടെ ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നത് കേരളത്തിലാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. AFA ഒറിജിനലായിട്ട് പറഞ്ഞു. ഇത് അവർ മാത്രമല്ല തന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ വേറൊരു ടീം നമ്മളോട് കളിക്കാൻ എഗ്രി ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ഫിഫ എന്ന് പറയുന്ന ഒരു ബോഡീന്റെ അണ്ടറിലാണ് ഈ 2 ടീമും കളിക്കുന്നത്. ഫിഫ ഒരു ഒഫീഷ്യൽ വിൻഡോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ കളി മാറ്റാൻ കഴിയില്ല. കോടികൾ ചെലവിട്ടാണ് അർജന്റീനയെ എത്തിക്കുന്നത്. നഷ്ടം വന്നാലും മുൻനിശ്ചയിച്ച പ്രകാരം മുന്നോട്ടു പോകുമെന്ന് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു. എന്നാൽ ടിക്കറ്റ് നിരക്ക് കൂടുതലാകുമെന്ന സൂചനയും അദ്ദേഹം പങ്കുവച്ചു. GST നിരക്ക് കൂടിയതും സ്പോൺസറിങ്ങിന് പ്രതീക്ഷിച്ച പോലെ ആളെ കിട്ടാത്തതുമാണ് കാരണം. ഇതുവരെ 1 രൂപയുടെ സ്പോൺസർഷിപ്പ് സെല് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തെന്നറിയോ? മെസ്സി വരില്ല എന്നുള്ള പുകമറ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. ടിക്കറ്റിൽ ഈ പറയുന്ന മുടക്ക് പോലെ തിരിച്ചു കിട്ടുമെന്നുള്ളത്, അത് കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം 500 കോടിയിലേക്ക് മേലെ തിരിച്ചു കിട്ടണ്ടേ. അത് മാത്രമല്ല, കേരളത്തിലെ ടാക്സ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യയിലെ ടാക്സ് എത്രയാണ്? സ്പോർട്സിന്റെ ടാക്സ് എത്രയാണെന്നറിയോ? 40% GST ആണ്. 25% എന്താണ് നമ്മുടെ എന്റർടൈൻമെന്റ് ടാക്സ് ആണ്. 65% ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ സ്പോൺസർക്ക് കിട്ടുന്നത് 35,000 രൂപയാണ്. സർക്കാരിന് കിട്ടുന്നത് എത്രയാണെന്നറിയോ? 65,000 രൂപ. 70 കോടി മുടക്കിയുള്ള സ്റ്റേഡിയം നവീകരണവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. പാലക്കാട് IITയുടെ സുരക്ഷാ പരിശോധന പ്രകാരം 50,000-ൽ താഴെ കാണികൾക്കാണ് പ്രവേശനത്തിന് അനുമതി. ഓസ്ട്രേലിയയ്ക്ക് പുറമെ മറ്റൊരു ടീമിനെ കൂടി കേരളത്തിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും സംഘാടകർ. ഓസ്ട്രേലിയക്ക് നമുക്ക് 2 വിൻഡോ ഉണ്ട്, 2 മാച്ച് ഉണ്ട്.
പക്ഷെ നമുക്ക് അർജന്റീന ഓസ്ട്രേലിയ ഒരു മാച്ചേ ഉള്ളൂ. ശരിക്കും ഒരു മാച്ചും കൂടെ നമുക്കവിടെ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 2-3 രാജ്യങ്ങൾ നമ്മളെ 2-3 ഫിഫ റാങ്കിങ്ങിൽ 50ക്ക് താഴെയുള്ള 2-3 രാജ്യങ്ങൾ നമ്മളെ ഓൾറെഡി ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ആ ഒരു വിൻഡോയിൽ ഓസ്ട്രേലിയ ആയിട്ട് കളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട്. റോഡ് ഷോയ്ക്കൊപ്പം AR റഹ്മാൻ, ഹനുമാൻ കൈൻഡ് എന്നിവരുൾപ്പെടുന്ന സംഗീത പരിപാടിയും അർജന്റീനയുടെ വരവിനൊപ്പം സംഘടിപ്പിക്കുമെന്നും സംഘാടകർ. ഓസ്ട്രേലിയ നവംബർ 10-നും അർജന്റീന 15-ാം തീയതിയോടെയും കൊച്ചിയിലെത്തുമെന്നാണ് സൂചന. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണവില ഇന്നും കുതിച്ചുയർന്നു. ഗ്രാമിന് ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് 300 രൂപയാണ്. ഇതോടെ പവന് 2400 രൂപ ഉയർന്ന് 94,360 രൂപയായി. ഒറ്റ ദിവസത്തിൽ ഇത്രയും വില കൂടുന്നത് ആദ്യമാണ്. 1.5 മാസത്തിനിടെ പവന്റെ വിലയിൽ 16,720 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. രാജ്യാന്തര വിപണിയിൽ 1 ട്രോയ് ഔൺസ് സ്വർണത്തിന്റെ വില $4,124.79 US ചൈന വ്യാപാര സംഘർഷവും വില കൂടുന്നതിന് കാരണമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അന്ത്യത്തിലേക്ക്. ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ വെച്ച് ഗാസ കരാറിൽ US, തുർക്കി, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വാനോളം പുകഴ്ത്തുകയായിരുന്നു ലോക നേതാക്കൾ. കരാറിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ ഹമാസ് 20 ബന്ദികളെയും ഇസ്രായേൽ 1968 പലസ്തീനികളെയും കൈമാറിയിട്ടുണ്ട്. ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള സങ്കീർണമായ കാര്യങ്ങളടങ്ങുന്ന 2ാം ഘട്ട ചർച്ചകൾ വൈകാതെ തുടങ്ങും. ട്രംപിന്റെ പ്രസംഗത്തിനിടെ ഇസ്രായേൽ പാർലമെന്റിൽ ഇടത് MPമാർ പ്രതിഷേധിക്കുകയുണ്ടായി. പലസ്തീന് സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. AR റഹ്മാൻ വീണ്ടും മലയാളത്തിലേക്ക്. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയുടെ സംഗീത സംവിധാനം AR റഹ്മാൻ നിർവഹിക്കും. പ്രമുഖ ബോളിവുഡ് സംവിധായകൻ ഹൻസൽ മെഹ്തയാണ് നിർമ്മാണം. പല്ലിശ്ശേരിയാണ് ഈ വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ഇവർ ഒന്നിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ലിജോ പറഞ്ഞിട്ടുള്ളത്? മഞ്ജുഷ്, നിലവിലൊരു റിപ്പോർട്ട് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലിജോ ജോസ് പല്ലിശ്ശേരി ഷെയർ ചെയ്തിട്ടുള്ളത്. ഹോളിവുഡ് റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം അവർ തയ്യാറാക്കിയ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ലിജോ ജോസ് പല്ലിശ്ശേരി പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നു, ഇപ്പോൾ ബോളിവുഡിലുള്ള പ്രമുഖ പ്രൊഡ്യൂസറായിട്ടുള്ള ഹൻസൽ മെഹ്ത ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അടുത്ത റൊമാൻറ്റിക് ഡ്രാമ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ AR റഹ്മാൻ ഈ സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലിജോ ജോസ് പല്ലിശ്ശേരി പങ്കുവെച്ചുകൊണ്ട് ഇറ്റ്സ് ഒഫീഷ്യൽ ആൻഡ് ഇറ്റ്സ് സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയായിരുന്നു. അതായത് ഇത് ഔദ്യോഗികമായി തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിനു മുൻപേ AR റഹ്മാൻ മലയാളത്തിൽ സംഗീത സംവിധാനം ചെയ്തത് ബ്ലസ്സിയുടെ ആടുജീവിതത്തിന് വേണ്ടിയായിട്ടായിരുന്നു. അതിനു മുൻപേ മലയൻ കുഞ്ഞിന് വേണ്ടിയിട്ടും സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അടുത്ത് വീണ്ടും ഒരു ചിത്രത്തിന് വേണ്ടി അദ്ദേഹം മലയാളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് നിലവിൽ ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യം. എന്നാൽ ഈ റൊമാൻറ്റിക് ഡ്രാമ ചിത്രം, ഇതിലെ നായകനാരാണ്, മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. ഇതിൻ്റെ പേരും ഒന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിനു മുൻപേ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തത് മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രമായിരുന്നു. ഇത് തിയേറ്ററിൽ വലിയ പരാജയം നേരിട്ടതാണ്. ഇതിൻ്റെ 2ാം ഭാഗത്തിൻ്റെ ഉൾപ്പെടെ സൂചനകൾ ക്ലൈമാക്സിൽ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ആ ചിത്രം ഉൾപ്പെടെ ഉപേക്ഷിക്കേണ്ട ഒരു നിലയിലായിരുന്നു ആദ്യ ഭാഗം പരാജയപ്പെട്ടത് കാരണം. ഇപ്പോൾ പുതുതായിട്ട് ഒരു റൊമാൻറ്റിക് ഡ്രാമ ചിത്രവുമായിട്ടാണ് AR റഹ്മാൻ വരുന്നത്. ഇതിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരി വരുന്നത്. ഇതിലാണ് AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കും എന്നറിയിച്ചിട്ടുള്ളത്. ബോളിവുഡിലുള്ള പ്രമുഖ സംവിധായകൻ കൂടിയായിട്ടുള്ള ഹൻസൽ മെഹ്തയാണ് ഇതിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. രാജ്കുമാർ റാവോ ഉൾപ്പെടെ നായകനായിട്ടുള്ള പല ഓഫ് ബീറ്റ് ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഹൻസൽ മെഹ്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമാ ശൈലിയുമായി വളരെയധികം ഒത്തുപോകുന്ന ഒരാൾ കൂടിയാണ്. ഇതിൻ്റെ അനൗൺസ്മെന്റ് ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. മഞ്ജുഷ്, ശരി. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. സംഗീത സംവിധായകൻ AR റഹ്മാൻ വീണ്ടും മലയാള സിനിമയിലേക്ക്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ശ്രീജ ശ്യാം ചേരും.